കർഷക ദിനമായ ഇന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കേരള വിഷൻ ന്യൂസിനോടൊപ്പമുണ്ട്. കേരള വിഷൻ ന്യൂസ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഇത് ചിങ്ങമാസ പുലരിയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട കർഷകരുടെ ദിവസമാണ്. കർഷകരെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ദിവസം കൂടിയാണ്. ഒപ്പം ഓണത്തിൻ്റെ നാളുകൾ ഇനി കടന്നു വരാൻ പോകുന്നു. നമ്മളൊപ്പം ചേരുന്നത് കർഷകനായിരുന്നു, കർഷക കുടുംബാംഗമായിരുന്നു, ഇപ്പോഴും കർഷകനാണ്. സ്വന്തം മന്ത്രിമന്ദിരത്തിന് സമീപത്ത് കൃഷി നടത്തുന്ന കൃഷിമന്ത്രി പി പ്രസാദാണ് ചേരുന്നത്. നമസ്കാരം. നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കർഷകൻ എന്ന നിലയ്ക്ക് പിന്നീട് മന്ത്രിയാവുന്നു. താങ്കൾ സംതൃപ്തനാണോ? സംതൃപ്തി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമ്പോഴാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യുന്നു, അത് പൂർത്തിയാക്കുന്നു എന്ന് വരുമ്പോഴാണ് നമുക്കൊരു വലിയ തൃപ്തി ഉണ്ടാവുക. അത്രമേൽ തൃപ്തി നമുക്കിപ്പോൾ പറ്റില്ല. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റു വിഷയങ്ങളുണ്ട്, സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ചില പ്രയാസങ്ങൾ നേരിടുന്നു എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായി തൃപ്തനാണ് എന്ന് പറയാൻ പറ്റാത്ത പ്രശ്നമാണ്. എന്തായാലും ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അത്തരത്തിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെയാണ്? അതിലെനിക്ക് നല്ല തൃപ്തിയുണ്ട്, സന്തോഷവുമുണ്ട്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളിലെല്ലാം ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷിക്കാരുടെ കൂട്ടായ്മകൾ രൂപം കൊള്ളണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇന്ന് കേരളത്തിൽ 23,000-ത്തിലധികം കൃഷിക്കൂട്ടങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ആ കൃഷിക്കൂട്ടങ്ങളിൽ നിന്ന് FPOകൾ രൂപം കൊണ്ടു. ആ കൃഷിക്കൂട്ടങ്ങളുടെ മുൻകൈയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടാക്കി. ഒരു കൃഷിഭവനിൽ നിന്ന് ഒരെണ്ണമെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എല്ലാ കൃഷിഭവനിൽ നിന്നും ഉണ്ടായില്ലെങ്കിലും 1000-ത്തിലധികം 2000-ത്തോളം ഉൽപ്പന്നങ്ങൾ ഇന്ന് കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു പൊതു ബ്രാൻഡ് നെയിം കൊടുക്കണമെന്ന് ആലോചിച്ചു. അങ്ങനെ കേരളത്തിൽ ആദ്യമായി കേരള ഗ്രോ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഉണ്ടായി. 100 കണക്കിന് ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. ഓൺലൈൻ മാർക്കറ്റിൽ ലഭ്യമാവണം എന്ന് ഞങ്ങൾ ആലോചിച്ചു. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അടക്കം കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ എന്നുള്ള പേരിൽ ലഭ്യമാകുന്നതിലേക്ക് എത്തി. ഇനി കേരളത്തിലെ 14 ജില്ലകളിൽ ഞങ്ങൾ കേരള ഗ്രോയുടെ ബ്രാൻഡഡ് ഷോറൂമുകൾ തുടങ്ങാൻ പോവുകയാണ്. ഇതൊക്കെ കേരളത്തിലെ കാർഷിക മേഖലയുടെ പുതിയ രീതിയായിരുന്നു. കൃഷി നന്നായി ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുമ്പോൾ അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ലാഭം നല്ലവണ്ണം ഉണ്ടാവുക. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് കർഷകനെ എത്തിക്കാൻ കഴിയുന്നതൊരു ചെറിയ കാര്യമല്ല. മാർക്കറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന് കൃഷിയെ ഒരു ആസൂത്രണം അനിവാര്യമായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ചെയ്യുന്നത് കണ്ട് അതേപോലെ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഒക്കില്ല. മണ്ണിനെ അറിഞ്ഞ് മാർക്കറ്റിൻ്റെ രീതിയോടെ നോക്കിയാണ് ആവശ്യക്കാരുടെ കാര്യം കണക്കിലെടുത്തുകൊണ്ട് എന്ത് കൃഷി ചെയ്യണം. അപ്പോൾ പ്രാദേശികമായ അറിവുണ്ട്, പരമ്പരാഗതമായ അറിവുണ്ട്, ശാസ്ത്രീയമായ അറിവുണ്ട്. അതുകൊണ്ട് കൃഷിയുടെ കാര്യത്തിലുള്ള ആസൂത്രണം നടത്തേണ്ടത് ജില്ലയിലെ ഓഫീസിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഡയറക്ടറേറ്റിലോ പ്ലാനിംഗ് ബോർഡിലോ ഒന്നും ഇരുന്നല്ല. കൃഷിയുടെ ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ പതിറ്റാണ്ടുകളായി നിന്നിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വിളയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു ആസൂത്രണമാണ്. തെങ്ങിനൊരു പദ്ധതി, വാഴയ്ക്കൊരു പദ്ധതി, നെല്ലിനൊരു പദ്ധതി, ഇങ്ങനെയാണ് നമ്മുടെ പദ്ധതികൾ പോലും വന്നിരുന്നത്. കേരളത്തിൽ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഞങ്ങളാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നു. ശരിക്കും നമ്മുടെ ഏറ്റവും ഈ സമീപകാലത്തുണ്ടായ ഒരു വിഷമം, ഒരു പ്രതിസന്ധി, നെൽ കർഷകർ കൃഷിയിൽ നിന്ന് അകർന്നുപോയി. നെൽപ്പാടങ്ങൾ മറ്റു തരത്തിലേക്ക് തരം മാറ്റുന്നു. വീണ്ടും ആ അകർന്നു പോയ കർഷകരെ തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് നെൽകൃഷി ലാഭകരമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ എന്നാൽ അതിനകത്തുള്ളൊരു പ്രശ്നം, നമ്മൾ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വെള്ളം ഒഴിവാക്കുന്നതിനും വെള്ളം കയറ്റുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അങ്ങനെ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, നമുക്കൊരു ഒരുപാട് പണം ഇപ്പോൾ ആവശ്യമായി വരുന്ന ഒരു കാര്യമാണതെല്ലാം. അപ്പം നബാർഡിൻ്റെയും മറ്റും സഹായത്തോടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് അതിൻ്റെ RIDFൻ്റെ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് നടത്തുന്നിടത്തെല്ലാം നമുക്ക് കർഷകർ നല്ലവണ്ണം അതിനകത്തേക്ക് നിൽക്കുന്നുണ്ട്. കൂടുതലായി ഇത്തരത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് ഉപകരിക്കുന്നതിനുള്ള സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അപ്പം നമ്മുടെ ഇതിനാവശ്യമായി ചെലവഴിക്കേണ്ടുന്ന പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചില പ്രതിസന്ധികളെല്ലാം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നെല്ലിന് നമുക്ക് നല്ല വിലയോട് സംഭരിക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും സംഭരണത്തിൻ്റെ കാര്യത്തിനകത്ത് വരുമ്പോൾ ഒരു പ്രതിസന്ധി, നമ്മൾ നിശ്ചയിച്ച് നൽകുന്ന വില ബാങ്കുകളിൽ നിന്ന് നമ്മൾ ലോണായിട്ട് എടുത്ത് കൊടുക്കുമ്പോഴും ഈ പണം സമയത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകാതെ വരുമ്പോൾ ഇവിടെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ അതൊരു ഘടകം തന്നെയാണ്. ഇപ്പോൾ അതെല്ലാം ഏറെ കുറേ നമുക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. അങ്ങയുടെ നാടായ ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ പരാതിയും അതാണല്ലോ, കൃത്യസമയത്ത് നമുക്ക് സമയത്ത് കർഷകർക്ക് അത് പൈസ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി. സപ്ലൈകോയാണ് ഇതിൻ്റെ ഒരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നതെല്ലാം. സപ്ലൈകോ സംഭരിച്ചിട്ട് സപ്ലൈകോ തന്നെ നേരിട്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് സപ്ലൈകോയുടെ ഉത്തരവാദിത്തത്തിലാണ് എടുക്കുന്നതെല്ലാം. അത് കർഷകൻ്റെ പേരിൽ ലോൺ ആക്കുന്നു. കാരണം മൊത്തം കൂടെ ലോൺ പിന്നെ ഇതാ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശാനുസരണം ഓരോ കർഷകൻ്റെയും രീതിയിലേക്ക് അടിസ്ഥാനത്തിൽ ഇത് എടുക്കുന്നത്. എന്നാലും മൊത്തം ഒരു തരത്തിലും കുടിശ്ശികയില്ലാണ്ട് ഇളവുകളില്ലാണ്ട് ഇത് അടച്ചു തീർക്കുന്നുണ്ട് സപ്ലൈകോ. കാരണം വേറെ തരത്തിലൊരു ഇളവൊന്നും അതുകൊണ്ട് കർഷകന് വേറെ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിലാണ് ചെയ്യുന്നതല്ല. പക്ഷേ എന്നാൽ സമയത്ത് നമുക്ക് പണം ലഭ്യമാവാതെ വരുന്നതിൻ്റെ പേരും ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകും. ചില ബാങ്കുകൾ തന്നെയും ചില പ്രതിസന്ധികൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന സാഹചര്യവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇക്കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തിരുവോണത്തിന് തന്നെ അങ്ങയുടെ നാട്ടുകാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പട്ടിണി സമരമൊക്കെ നടത്തിയത് ഓർമ്മയുണ്ടാവുമല്ലോ. അതെ അതെ, അതിനകത്തെല്ലാം അവരുടെ ചിലപ്പോൾ ചിലരുടെ പ്രതിഷേധമുണ്ട്, ചിലർക്കെല്ലാം ചില രാഷ്ട്രീയ ധാരണകൾ എല്ലാം ഉണ്ട്. അതെല്ലാം അതിൻ്റെ ഘടകമാകുന്നുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമായ പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്രമേലൊന്നും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴും നോക്കൂ, ഇപ്പം ഏറെക്കുറെ എല്ലാ പൈസയും കൊടുത്തു തീർക്കാനുള്ള വിഭവമായിട്ടുണ്ട്. 25 കോടിയോളം രൂപയാണ് ഇപ്പോൾ നമുക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ടായിരുന്നതായി സപ്ലൈകോ തന്നെ പറഞ്ഞത്. അതിൻ്റെ തുകയും കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പിൽ നിന്ന് സപ്ലൈകോയ്ക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ശരിക്കും കർഷകന് പിന്നെ നെല്ല് സംഭരിച്ചാൽ 24 മണിക്കൂറിനും പൈസ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ. അല്ല, ഇതിനകത്തൊരു കാര്യമുള്ളത്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ നമ്മൾക്ക് കേരളത്തിന് പര്യാപ്തമായ രീതിയിൽ മലയാളികൾക്ക് മുഴുവൻ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ നെല്ലുൽപാദനം അരി നമുക്ക് കിട്ടുമോ? സമയം അത് പ്രതീക്ഷിക്കാം. ഇല്ല, അത് നമുക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം മലയാളിയെ നമ്മൾ കുറച്ചുകൂടി പുറകിലേക്ക് നോക്കിയാൽ ചോദിച്ചത് വളരെ പ്രസക്തമാവുന്നൊരു ചോദ്യമാവുന്നത് എന്തെന്ന് വെച്ചാൽ, തിരുവിതാംകൂർ ആയിരുന്ന കാലത്ത് തിരുവിതാംകൂറിന് ആവശ്യമായ അരി ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. ഇത് തന്നെയാണ് കൊച്ചിയുടെയും മലബാറിൻ്റെയും അവസ്ഥ. അപ്പോൾ കേരളം ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെയും നമുക്ക് ഈ പ്രതിസന്ധി ഉണ്ട്. നമ്മൾ പുറം നാടുകളിൽ നിന്ന് നെല്ല് സംഭരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അന്നത്തേക്കാൾ വയലിൻ്റെ വിസ്തൃതി കുറഞ്ഞു. ജനസംഖ്യയുടെ വർധനവും അണുകുടുംബങ്ങളിലേക്കുള്ള വ്യാപനവും കൂടുതൽ വീടുകൾ എത്തുന്നതിലേക്ക് എല്ലാം വന്നപ്പോഴേക്കും വയലുകളുടെ വിസ്തൃതി കുറയുന്നതിലേക്കെത്തി. അപ്പോൾ വയൽ വിസ്തൃതി കുറയുകൂടി വന്നപ്പോഴേക്കും മുമ്പേ ഉണ്ടായിരുന്നൊരു പ്രതിസന്ധിയാണ് നമുക്ക് ആവശ്യമായ അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഈ ഒരു സാഹചര്യം വന്നപ്പോഴേക്കും കുറച്ചുകൂടി നമുക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് പിന്നെ പരിഹാര മാർഗം സാധ്യമാവുന്ന എല്ലാ ഇടങ്ങളിലും ഈ കൃഷി ചെയ്തും അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ പരീക്ഷിച്ചും കാലാവസ്ഥയുടെ പ്രശ്നമെല്ലാം ഉണ്ടാകുമ്പോഴേക്കും ഈ കാര്യത്തിനകത്ത് നഷ്ടമൊന്നും ഉണ്ടാവാതിരിക്കാൻ പാകത്തിൽ ചെറിയ സമയം കൊണ്ട് പൂർണ്ണമായി വിളവെടുക്കാൻ പാകത്തിലുള്ള വിത്തിനങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ അത് വികസിപ്പിച്ചെടുത്തും ഈ പ്രതിസന്ധിയെ ഘട്ടം ഘട്ടമായി തരണം ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നുള്ളതാണ്. കുറേ സമയം എടുക്കുന്ന കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്വയം പര്യാപ്തത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഐക്യ കേരളത്തിന് മുമ്പ് തന്നെ നമുക്ക് സ്വയം പര്യാപ്തത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഒരുപോലെ പങ്കെടുത്തൊരു സമരമാണ് ആറന്മുള സമരം. അതിൽ ഞാൻ മാധ്യമപ്രവർത്തകനും അങ്ങ് സമരസമിതി നേതാവുമായിരുന്നു. ഏറെ നാൾ നീണ്ടുനിന്ന സമരം. കേരളത്തിലെ വളരെ പ്രഗത്ഭരായ ആളുകൾ, പ്രത്യേകിച്ച് സുഗതകുമാരി ഉൾപ്പെടെയുള്ളവരോട് എത്തുന്നു. അവിടെ രാഷ്ട്രീയമില്ലാതെ നടത്തിയൊരു സമരം. അന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, തെക്കൻ കേരളത്തിലേക്ക് പര്യാപ്തമായ തരത്തിലെങ്കിലും നമുക്കിവിടെ കൃഷി നടത്താമെന്ന്. പിന്നീട് എന്ത് പറ്റി ആറന്മുളയ്ക്ക്? അല്ല, ആറന്മുള നമുക്ക് തെക്കൻ കേരളത്തിന് മൊത്തം ഒക്കെ ഇല്ലെങ്കിൽ പോലും ആറന്മുളയിലെ വയലുകൾക്ക് നമുക്കൊരു വലിയ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഒന്ന് വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നു, രണ്ട് വയൽ കൃഷി ചെയ്യുക എന്നുള്ളതും ആയിരുന്നു. ആ ഒരു മേഖലയുടെ മുഴുവൻ ജലസംഭരണിയാണ് ആറന്മുള പുഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നുള്ളത് ആ സമരത്തിൻ്റെ വലിയൊരു വിജയം തന്നെയാണ്. ആറന്മുളയിൽ കൃഷി ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ ഒരു ശ്രമം നടത്തി. ചില മേഖലയിലെല്ലാം കൃഷി ഇറക്കാൻ കഴിഞ്ഞു. എന്നാൽ നമ്മൾ പറഞ്ഞ ചില പ്രദേശങ്ങളിലെല്ലാം ചില കേസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും തർക്കങ്ങളും നിൽക്കുന്നത് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധ്യമാവുന്നിടത്തെല്ലാം വീണ്ടും നെൽകൃഷി ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ചില ഭാഗങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി മേഖലകളിലേക്ക് ആ കൃഷി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അല്ല, ആറന്മുള ബ്രാൻഡ് പിന്നീട് വലുതായിട്ട് എത്തിയില്ല. ആറന്മുള ബ്രാൻഡ് നമ്മൾ ഇറക്കിയിരുന്നു. പിന്നീട് ആ പ്രദേശങ്ങളിൽ അതിനെ അത് കൃഷി ചെയ്ത് വരുന്നതിനുള്ള ചില പ്രതിസന്ധികളെല്ലാം ഉണ്ടായി. ഞാൻ പറഞ്ഞ പോലെ കേസുകളുണ്ടായി. കർഷകർ ചില താല്പര്യങ്ങൾ കാണിക്കാത്ത തരത്തിലേക്കെല്ലാം എത്തി. അവിടെ വീണ്ടും നമുക്ക് അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഓണക്കാര്യങ്ങളിലേക്ക് വരാം. കാരണം ഇനി വരാൻ പോകുന്ന ഓണത്തിൻ്റെ ദിവസങ്ങളാണ്. പലപ്പോഴും വിപണിയിൽ ഈ നമ്മുടെ പച്ചക്കറി വിപണിയിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഹോർട്ടികോർപ്പാണ്. പക്ഷേ ഹോർട്ടികോർപ്പിൻ്റെ പ്രവർത്തനത്തിൽ അങ്ങ് സംതൃപ്തനാണോ? അല്ല, ഹോർട്ടികോർപ്പ് വളരെ നന്നായി പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണ്. നമുക്ക് മുമ്പിൽ ചെറിയ പ്രതിസന്ധികളുണ്ടാവും. കർഷകരിൽ നിന്ന് നമ്മൾ പച്ചക്കറി സംഭരിക്കുന്നു. അവർക്ക് കിട്ടേണ്ട വിലയേക്കാൾ വില കൂട്ടിയിട്ടാണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിക്കുന്നത്. നമ്മൾ കൊണ്ട് വിൽക്കുന്നതോ പൊതു വിപണിയിലുള്ള വിലയേക്കാൾ വില കുറച്ചുമാണ് വിൽക്കുന്നതെല്ലാം.
ഇപ്പോൾ ഇവിടെ ചില സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടും ഇതൊക്കെ സഹായങ്ങളൊക്കെ ലഭ്യമാക്കാനുള്ള താമസം നേരിടുമ്പോൾ അത് ഹോർട്ടികോർപ്പിൽ തന്നെ ചില പ്രതിസന്ധിയിലേക്കെല്ലാം ആക്കുന്നുണ്ട്. വളരെ വലിയ ഇടപെടലാണ് ഹോർട്ടികോർപ്പിൻ്റെ ഭാഗത്ത് നിന്നെല്ലാം ഉണ്ടാകുന്നത്. നമുക്ക് ഇടനിലക്കാരെ പരമാവധി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാലൊരു ഇത്ര ഒരു കച്ചവടത്തിൻ്റെ കാര്യത്തിന് വേണ്ടി രൂപം കൊണ്ടല്ല ഹോർട്ടികോർപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്നാണ് വെച്ചാൽ. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഒരാൾ നോക്കുന്നു, പിന്നെ ഉരുളക്കിഴങ്ങ്, സവാള, ഇത് രണ്ടും കേരളത്തിൽ നമുക്ക് സുലഭമായി കൃഷി ചെയ്യുന്നതല്ല. ഞങ്ങൾ അപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളിവിടെ ഉണ്ടായി വെണ്ടയ്ക്ക ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, പാവയ്ക്ക ഉണ്ട്, കോവയ്ക്ക ഉണ്ട്, പടവലങ്ങ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും സവാളയും ഇല്ല എങ്കിൽ ആളവിടെ കയറാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ നമുക്കിത് പുറമേ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടാണ് വിൽപ്പന നടത്തിയെങ്കിൽ മാത്രമേ മറ്റുൽപ്പന്നങ്ങൾ കൂടി വിൽക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കൂടി ഡിപ്പെൻഡ് ചെയ്ത് ഈ സംഭവത്തെ കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മറ്റ് പച്ചക്കറികൾ വാങ്ങിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഈ ഓണക്കാലത്ത് എങ്ങനെയായിരിക്കും ഹോർട്ടികോർപ്പിൻ്റെ ഓണമില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഒരു വലിയ ദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ പാതയിലാണ്. സർക്കാർ തല പരിപാടികളെല്ലാം ഒഴിവാക്കി, എങ്കിലും മലയാളി ഉള്ളിടത്ത് ഓണമുണ്ട്, എത്ര പ്രതിസന്ധിയാണെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇക്കാലത്ത് നമ്മൾ ഓണത്തിന് നമുക്ക് ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും നമുക്ക് പക്ഷേ ആ ദുരന്തത്തിൽ നിന്നൊരു മോചനം അനിവാര്യമാണ്. അതിനൊക്കെ മനസ്സിനെ പാകപ്പെടുത്താൻ ഇത്തരം ചില പരിപാടികൾ കൂടി നമുക്കിതിൻ്റെ ഭാഗമായിട്ട് വേണ്ടിവരും. ഓണത്തിന് ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് കൊണ്ട് പച്ചക്കറികളും മറ്റും ഇതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനവും ഈ ദുരിതങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ വിപണിയിൽ നോക്കി നിൽക്കുന്ന ചില ആളുകളുണ്ടാവാം, അതിൽ നിന്ന് ലാഭം കൊയ്യാൻ നിൽക്കുന്നവരുണ്ടാവാം. അവിടെ പരമാവധി നമുക്കുള്ള ഇടങ്ങളിലെല്ലാമായിട്ട് ഇന്ന് കേരളത്തിൽ 100 കണക്കിന് സ്റ്റാളുകൾ ഹോർട്ടികോർപ്പ് ഇപ്പോഴുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകളിലും കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ ഓണച്ചന്തകൾ സജ്ജീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ യോഗങ്ങൾ ചേർന്ന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പുറമേ നമുക്ക് കളക്ട് ചെയ്യേണ്ട പച്ചക്കറി ഇനങ്ങളുണ്ട്, അത് കളക്ട് ചെയ്യാൻ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള കൃഷിക്കാരുടെ കയ്യിൽ നിന്നും കർഷക സംഘങ്ങളുടെ കയ്യിൽ നിന്നും ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളുണ്ട്, അവരുടെ കയ്യിൽ നിന്നും ഇടനിലക്കാരില്ലാതെ പച്ചക്കറികൾ സമാഹരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റുകൾ വഴി വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു കുറ്റമറ്റ രീതിയിൽ വിലക്കയറ്റത്തിൻ്റെ വലിയ തീവ്രത ഉണ്ടാവാതിരിക്കാൻ മലയാളിയെ എങ്ങനെ സഹായിക്കാൻ പറ്റുമോ ആ തരത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ ഇപ്രാവശ്യവും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി, കഴിഞ്ഞ പ്രാവശ്യത്തെ വിപണി വിലയേക്കാൾ ചെറിയൊരു വർധന മാത്രമേ ഉണ്ടാവുള്ളൂ, അതോ എങ്ങനെയാണ്? അല്ല, അത് പലതിൻ്റെയും ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുവാൻ ബന്ധത്തിൽ നമ്മൾ മാത്രമല്ല, എന്നാൽ വിപണി വിലയ്ക്കകത്ത് ഒരു ഇടപെടൽ നടത്തി വിലക്കയറ്റത്തെ പരമാവധി കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകൾ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഈ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഓണത്തെ ആണ് മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും ആന്ധ്രയെല്ലാം സ്വപ്നം കാണുന്നത്. പലപ്പോഴും വിഷപ്പച്ചക്കറി ആണ് പല ദിവസങ്ങളും ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്നത്. ആ പച്ചക്കറികൾ പരിശോധിക്കുന്നതിന് കൃഷി വകുപ്പ് ഒരു നീക്കം നടത്തുമോ? തീർച്ചയായിട്ടും നമ്മൾ അതിനോട് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ സീസണെ ബന്ധപ്പെട്ടത് കൂടുതലായി വ്യാപിപ്പിക്കും, പരിശോധനകൾ ഉണ്ടാവും. നമ്മുടെ ലാബിലാണ് അതിൻ്റെ പരിശോധനയെല്ലാം നടക്കുന്നത്. അത് ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ വെണ്ടക്കയിൽ കീടനാശിനിയുടെ അളവ് അനുവദനീയമായതിനേക്കാൾ കൂടുതലാണ് അളവ് പറഞ്ഞത്, അല്ലെങ്കിൽ അല്ലാതൊന്നുമല്ല, അനുവദനീയമായതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ വിഷമെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പുതിയ കാര്യം ചെയ്തിരിക്കുന്നത് ഏത് മാർക്കറ്റിൽ നിന്നാണ്, ഏത് ഷോപ്പിൽ നിന്നാണ് ഇത് കിട്ടിയത് എന്നുകൂടി പറയണമെന്നാണ്. അല്ല എവിടെയോ പിന്നെ പാവയ്ക്കയ്ക്ക് വിഷമുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു പോവുകയല്ലേ വേണ്ടത്. അതൊരു സൂചനയാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കാൻ പാടില്ല എന്ന് ഈ വിപണനം നടത്തുന്ന ആളുകൾക്ക് കൂടി ഒരു ബോധ്യമുണ്ടാവണം. അപ്പോൾ അവരൊരു സമ്മർദ്ദം ഈ ഇവിടെ കൊണ്ടുവന്ന ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തുണ്ടാവും. ആ സമ്മർദ്ദം ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തുണ്ടാകുമ്പോൾ അവർക്കത് ഉൽപ്പാദകൻ്റെ അടുത്തേക്കുണ്ടാവും. ഈ വിഷം നിറച്ചല്ല ഇങ്ങോട്ടേക്ക് തരേണ്ടതെന്നുള്ളത് നമ്മളെ തീറ്റുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയും ഉണ്ടാക്കിയെടുത്താൽ മതി എന്നുള്ള എഴുതുന്നുണ്ട്. മലയാളിയുടെ ധാരണയോ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിവുള്ള ആളാണ്, ഞങ്ങളെല്ലാം മനസ്സിലാക്കാൻ, ഞങ്ങളെ ഒന്നും പറ്റിക്കാൻ കഴിയില്ലെന്നല്ലേ നമ്മളെപ്പോഴും പറയുക. നമ്മളെയല്ലേ ഈ പറ്റിക്കുകയും പറ്റിക്കലല്ല, കേവലം നമ്മുടെ കയ്യിൽ നിന്നൊരു പൈസ അടിച്ച് മാറ്റലല്ല നടക്കുന്നതിനകത്ത്, നമ്മുടെ ആരോഗ്യത്തെയാണ് അവർ നശിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ സുലഭമായ ഒരു ഫലമാണ് ചക്ക. ഇത് പക്ഷേ കേരളത്തിലുള്ളവർ അതിനൊരു പ്രാധാന്യം നാട്ടിൻപുറത്തരെ നമ്മളത് കൃത്യമായി ഉപയോഗിക്കുന്നു, അതിൻ്റെ പഴത്തിൻ്റെ രുചി ആസ്വദിക്കുന്നു. പക്ഷേ പലപ്പോഴും അത് നമ്മുടെ അതിർത്തി കടന്നു പോകുന്നു. ഈ ചക്ക പോലുള്ള പഴവർഗ്ഗങ്ങൾ നമുക്ക് സംസ്കരിക്കുന്നതിന് എന്തെങ്കിലും ഒരു സംവിധാനം കൃഷി വകുപ്പ് ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു പദ്ധതിയിലേക്കാണ് നിൽക്കുന്നത്. കാപ്കോയുടെ മുൻകൈയിൽ അങ്ങനെ ഉണ്ടാവും. ഞങ്ങളൊരു യൂണിറ്റ് എല്ലാം തയ്യാറാക്കിയിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞില്ലേ, കെട്ടിടങ്ങളെല്ലാം ഉണ്ടാവും, പിന്നീട് ബാക്കിയുള്ള ആലോചനയ്ക്കെല്ലാം പോകുന്നെന്ന് പറഞ്ഞു. ചില പോരായ്മകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ സംവിധാനം ഫലപ്രദമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനന്തമായ സാധ്യതകളുള്ള ഒന്നാണിത്.
ആ സാധ്യതകളെ നമ്മൾ പൂർണ്ണമായി പ്രയോജനപ്പെടുന്നില്ല. നല്ലവണ്ണം ഒരു മറ്റ് പ്ലാന്റേഷൻ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ചക്ക പ്ലാന്റേഷനൊക്കെ തന്നെയും വളരെ ലാഭകരമായി പോകാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പണം ഉണ്ടാക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. ചക്കത്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നല്ലവണ്ണം സാമ്പത്തികം നേടുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. എനിക്ക് ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ ചിലരുടെയൊക്കെ ഈ തോട്ടങ്ങളിൽ പോയാണ്, തോട്ടമെന്നാണോ എന്തായാലും പറയാനറിയില്ലെങ്കിലും ശരിക്കും അങ്ങനെ തന്നെ പറയാം. കാരണം വളരെ ലാഭകരമായിട്ട് അത് കൊണ്ടുപോകുന്ന എറണാകുളം ജില്ലയിൽ അടക്കം പലയിടങ്ങളിലും ഞാൻ അത് കണ്ടിട്ടുണ്ട്. അവിടങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. പുതിയ പുതിയ വെറൈറ്റികൾ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ തനി നാടൻ വെറൈറ്റികളും വിയറ്റ്നാം ഏർലി പോലെയുള്ള ഇനങ്ങളും ഒക്കെ കൃഷി ചെയ്തിട്ട് നല്ലവണ്ണം പണം ഉണ്ടാക്കുന്ന കർഷകരുണ്ട്. അങ്ങയുടെ ജില്ലയിലാണ് ചക്ക സംസ്കരണവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ഒരു സംസ്കരണശാല തന്നെ കോഴഞ്ചേരി ആയത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു പഞ്ചായത്ത് തലത്തിലോ അങ്ങനെയൊക്കെ കൃഷി വകുപ്പിന് കൊണ്ടുവന്നുകൂടെ? പ്രത്യേകിച്ച് ഇതിനകത്തൊരു പ്രധാന പ്രശ്നം ഈ ചക്ക പൊളിച്ച് ഇത് ചുള പുറത്തേക്ക് എടുക്കുന്നതിലുള്ള ഒരു വൈഷമ്യമാണ് മലയാളി അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട്. പക്ഷേ എന്നാൽ നല്ലവണ്ണം അത് ഉപയോഗപ്പെടുത്തുന്ന നിരവധിയായ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചെറുതും വലുതുമായ യൂണിറ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരെയൊക്കെ നമുക്ക് സഹായിക്കാനാണ്. ഇപ്പോൾ FPOകൾ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പ്രോഡക്റ്റുകൾ ഇതിൻ്റെ ഭാഗം, വാക്വം ഫ്രൈ ഒക്കെയുള്ള ഒരുപാട് ഇനങ്ങളിലൂടെ നമ്മളിതിനെ പിന്നെ ഇത് ചെയ്തു വരുന്ന യൂണിറ്റുകൾ കേരളത്തിലുണ്ട്. നല്ലവണ്ണം ലാഭകരമായിട്ട് ആ യൂണിറ്റുകൾ പോകുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്ക്, രാജ്യത്തിന് പുറത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന്. ഇതെല്ലാം ഏറ്റവും ഗുണമേന്മയുള്ള ചക്ക ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ആന്ധ്രാക്കാരുടെ തന്നെ കാണാൻ വന്നിരുന്നു. നമ്മുടെ ഇവിടെ മണ്ണിലുണ്ടാവുന്നതാണ് ഏറ്റവും നല്ല ഗുണമേന്മയുള്ളത്. നിങ്ങൾക്കുണ്ടാവില്ലേ? അവിടെ ഉണ്ടാവില്ലെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ടേസ്റ്റ് കൂടുതലുള്ളത് ഇവിടെ ഉള്ളതിനാണെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. ബിനോയ് നേരത്തെ പറഞ്ഞ മറ്റൊരു ഭാഗം അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ളതാണ്, രുചിയേറെ ഉള്ളതാണ്, പക്ഷേ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ മാമ്പഴം, നമ്മുടെ പഴയ പ്രൗഢിയായിരുന്നു നാട്ടുമാവിൻ്റെ മാങ്ങയും അതുപോലെയുള്ള വളരെ പ്രസിദ്ധമായ നല്ല രുചിയൂർന്ന അതിൻ്റെയൊക്കെ ഒരു കാലം അവസാനിച്ചിരിക്കുന്നു. പുതിയ മാമ്പഴങ്ങൾ അല്ലെങ്കിൽ മാവുകളൊക്കെ വരുന്നു. അപ്പോൾ ഈ പഴയതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കൃഷി വകുപ്പ് ശ്രമം നടത്തുമോ? ചിലതെല്ലാം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് അതേപോലെ തന്നെ ചിലപ്പോൾ കൊണ്ടുവരാൻ കഴിയില്ല. പുതിയ പുതിയ വെറൈറ്റികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിനകത്തേക്ക് താല്പര്യം എടുക്കാറ് പതിവുണ്ട്. എങ്കിലും നാടൻ മാവുകളുടെ വിശാലമായൊരു ശേഖരമുണ്ട്. യൂണിവേഴ്സിറ്റി അടക്കമുള്ളവ അത് സംരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ തൈകൾ ആവശ്യക്കാർക്കെല്ലാം നൽകുന്നുണ്ട്. പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി വലിയ ഇടപെടലുകൾ ഞങ്ങൾ തീർക്കാനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് വില്ലേജുകളിലേക്ക് ഞങ്ങൾ മാറുകയാണ്. അതിൻ്റെ ഔപചാരികമായ തുടക്കം ഇപ്പോൾ കുറിക്കാൻ പോവുകയാണ്. അത് എന്നത്തേക്കായിരിക്കും? അത് മിക്കവാറും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരം ഫ്രൂട്ട് വില്ലേജുകളിലേക്ക് ഞങ്ങൾ നീങ്ങും. ചില മേഖല നമ്മൾ കൂൺ കൃഷിക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്ത് 100-ലധികം കൂൺ ഗ്രാമങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രാധാന്യവും പ്രത്യേകതയും അനുസരിച്ചിട്ടും ചില കൃഷികൾക്ക് അവിടെ പ്രോത്സാഹനം കൊടുത്താൽ കേരളത്തിൽ എല്ലായിടത്തും ഒരേപോലെ നമുക്ക് കൂൺ കൃഷി ഒക്കില്ല. എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ഈ മാങ്ങാടെ ഇത് നടക്കില്ല. കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് തെങ്ങിൻ്റെ, നിങ്ങൾ പോയിട്ട് ഇടുക്കി പോയിട്ട് നമുക്ക് അതേപോലെ ആലപ്പുഴ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വേറെ ജില്ല ചെയ്യുന്ന പോലെ നമുക്ക് തെങ്ങ് കൃഷി നടക്കില്ല. അപ്പോൾ ഓരോ മേഖലയെയും കണക്കിലെടുത്തുകൊണ്ടുള്ള ആസൂത്രണം നടത്തുമ്പോൾ അതനുസരിച്ചുള്ള ചിലപ്പോൾ പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് എവിടെയാണോ? അവിടെ ഒരു പ്രസക്തമായൊരു ചോദ്യമുണ്ട്. പത്തനംതിട്ടയില്ല, അങ്ങയുടെ നാടാണ്, റംബുട്ടാനും ഇത്തരം നമുക്ക് പഴവർഗ്ഗങ്ങൾ കൂടുതലായി കൃഷി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൗരവതരമായ ആലോചനകളാണ് സർക്കാർ. അത് കൂടുതലായി കൃഷി ചെയ്യുന്നതിന് കർഷകർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ തന്നെ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. വരുന്ന നാളുകളിൽ ഒരു അനുകൂലമായ ഒരു രീതി ഉണ്ടാവും. അല്ലെ, സ്വാഭാവികമായിട്ടും അതിനെ തന്നെ നമുക്കവിടെ സംസ്കരിക്കാനും അതിന് വേണമെങ്കിൽ അത് സൂക്ഷിക്കാനും ഒക്കെ ഒരു പ്രത്യേക കാലാവധി കഴിഞ്ഞ് വീണ്ടും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമല്ലോ. അത്തരത്തിൽ നമുക്കൊരു നീക്കം നടത്താൻ കഴിയുമോ? അല്ല, ഇതിന് കൂടുതലായ കൃഷി, അതിൻ്റെ ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ സംസ്കരണം, അതെല്ലാം നമുക്ക് കർഷകരുടെ കൂടി പങ്കാളിത്തമുള്ള സംവിധാനങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ ആലോചനയിലുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി വൈകാരികമായി വീണ്ടും നമ്മൾ പഴയതിലേക്ക് പോകുന്നു. കർഷകന് നൽകിയൊരു ചോദ്യം, ഈ കൃഷി ചെയ്യുന്ന കർഷക തൊഴിലാളികൾ നിലവിലെ സാഹചര്യത്തിൽ കൂലിയുടെ കാര്യത്തിൽ അവർ സംതൃപ്തരാണോ? കർഷക തൊഴിലാളികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഇത് കർഷക തൊഴിലാളി, ഇത് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകേണ്ടതല്ല. കൃഷിക്കാരനോടൊപ്പം ചേർന്ന് കൃഷിക്കാരനെ സഹായിക്കാനായി നിൽക്കേണ്ട ഒരു കൂട്ടരാണ് ഇവരെല്ലാം. അപ്പോൾ ആധുനിക കാലത്ത് എങ്ങനെയായിരിക്കണം കർഷക തൊഴിലാളി വരേണ്ടതെന്നുള്ള വലിയ ചോദ്യമാണ്. പഴയ രൂപത്തിലേക്കുള്ള രീതിയിൽ ഇനി നടക്കില്ല. അപ്പോൾ കർഷക തൊഴിലാളി അവരുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു വരുമാന മാർഗം കിട്ടുന്ന ഒന്നായി ഇതിനെ മാറണം. അവൻ്റെ ജീവൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള വരുമാനം കൊടുക്കണമെങ്കിൽ കൊടുക്കേണ്ടത് ചിലപ്പം കർഷകനാണ്. അത്രയും വരുമാനം കൊടുക്കാൻ എനിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് കർഷകനെ സംബന്ധിച്ച് പ്രശ്നമാണ്. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക? അവിടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒറ്റ മാർഗ്ഗമുള്ളൂ. ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി ഒരു യന്ത്രവൽകൃത സേനയുടെ ഭാഗമാവുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഒരു ഇടത്ത് എനിക്ക് 1000 രൂപ കിട്ടണം. 1000 രൂപ തരാനായിട്ട് കർഷക തൊഴിലാളിയായി എനിക്ക് 1000 രൂപ തരാനായിട്ട് ബിനോയുടെ ഇല്ല, കൃഷിക്കാരനെന്നുള്ള ബിനോയുടെ ഇല്ല. അപ്പം ഞാൻ ഒരു 2-3 ഇടങ്ങളിൽ പോകുമ്പോൾ എനിക്ക് 500 വെച്ച് കിട്ടുന്നിടത്തിൽ എനിക്ക് ആ പണി ചെയ്യാൻ പറ്റണം. അപ്പോൾ 3 ഇടങ്ങളിലായി ഇത് തീർക്കുമ്പോൾ അതിന് യന്ത്രത്തിൻ്റെ സഹായം ആവശ്യമുണ്ടാകും. അപ്പോൾ യന്ത്രവൽകൃത സേനയായിട്ട് മാത്രമേ ഈ ആധുനിക കാലത്ത് കർഷക തൊഴിലാളിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമേ അവൻ്റെ വരുമാനവും വർദ്ധിക്കുള്ളൂ, കർഷകനും അത് സഹായകമാവുള്ളൂ. കർഷകന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഇത് രണ്ടിനെയും കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ദിവസങ്ങൾ കിട്ടുമെന്നുള്ളത് മാത്രം ഉള്ളതില്ല, കൂടുതൽ ദിവസങ്ങളിൽ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളതായിരിക്കും ചെയ്യാൻ പറ്റുക എന്നവരുടെ. അങ്ങനെ ചെയ്തിട്ടായാലും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികൾ യന്ത്രങ്ങളുടെ സഹായത്തോടെ കൂടുതലിടങ്ങളിൽ അവൻ്റെ അധ്വാനം വിനിയോഗിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ നടക്കുന്നില്ല. ഇനി നമുക്ക് ഓണത്തിൻ്റെ നാളുകളാണ്. എങ്ങനെ കാണുന്നു ഓണ ദിവസങ്ങൾ? ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വല്ലാത്തൊരു വേദനയാണ്. നമ്മൾ എന്താഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യം പറയുമ്പോൾ വയനാട്ടിൽ കണ്ട കാഴ്ചകളാണ് മനസ്സിലേക്ക് എപ്പോഴും എത്തുന്നത്. അതൊരു നമ്മൾ അവിടുത്തെ കർഷകരെ എങ്ങനെയാണ്, അവിടുത്തെ കർഷകരെ എങ്ങനെ സഹായിക്കും? അവിടെ പോയ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു കാര്യമല്ലേ, എത്ര പ്രയാസമാണതെല്ലാം. ഇപ്പോഴും പലരും നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളില്ലേ, ആ വാർത്തകൾ വയനാട് കണ്ടിട്ടില്ലാത്തൊരു ന്യൂസ് റൂമുകളിൽ ഈ വാർത്തകൾ കണ്ടിട്ട് അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഉള്ളു പൊള്ളിയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ എനിക്കറിയാം. മഹാപുരുഷവും കൃഷിയുമായി ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരുടെ കാർഷിക മേഖലയാണ്. ഈ മലമടക്കുകളിൽ ചെന്ന് അധ്വാനം വിനിയോഗിച്ച് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടെല്ലാം കർഷകർ അത്ര സാഹസികമാണ്. നമ്മൾ മലയോര മേഖലയിലെ കർഷകർ ഒരു വലിയ സാഹസിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ആ സാഹസികത അവൻ ജീവിതത്തിന് വേണ്ടി ചെയ്ത സാഹസികതയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം ഇത്ര ഇടങ്ങളിലേക്കെല്ലാം ചെന്ന് കയറി അവർ കൃഷി ചെയ്ത്. അതിനിടെ എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളുണ്ടായി, അതിനെല്ലാം അതിജീവിച്ചവർ മുമ്പോട്ടേക്ക് നീങ്ങി. അങ്ങനെ 1-2 കൊല്ലം കൊണ്ടല്ല, 10-50 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ അതിനപ്പുറം കൊണ്ട് അവൻ സൃഷ്ടിച്ചെടുത്ത് വെച്ചതാണ് അവൻ്റെ കൃഷിയിടവും അവൻ്റെ വീടും അവൻ്റെ ജീവിതവും. വയനാട്ടിൽ ദുരിതമുണ്ടായാൽ എല്ലാ അർത്ഥത്തിലും സഹായിക്കും. അവിടെ കൃഷിയുടെ നഷ്ടം തിട്ടപ്പെടുത്തും, മറ്റുള്ള നഷ്ടം തിട്ടപ്പെടുത്തും. ആ നഷ്ടത്തിനെല്ലാം ആനുപാതികമായ സഹായമെല്ലാം ഉണ്ടാവും. പക്ഷേ എന്നാൽ അത് നമ്മൾ നഷ്ടപ്പെട്ടതിൻ്റെ സഹായമാണ്. നാളുകളിൽ ജീവിക്കാൻ അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും, കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നവർക്ക് എങ്ങനെ കൃഷിഭൂമി സജ്ജമാക്കാൻ പറ്റും, അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ആത്മവിശ്വാസവും പകരുന്ന ഒന്നായിരിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, കർഷകർക്കൊരു നല്ല ചിങ്ങമാസ ആശംസ കൂടി പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും കർഷകൻ്റെ ദിവസമാണ് ചിങ്ങം 1 എന്ന് പറഞ്ഞാൽ. കർഷകനും കർഷക തൊഴിലാളിക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. പക്ഷേ ചിങ്ങം 1 മാത്രമല്ല കർഷകനും കർഷക തൊഴിലാളിക്കും പ്രാധാന്യമുള്ളത്. നമ്മളെപ്പോഴെല്ലാം ഭക്ഷണം കഴിക്കുന്നു അപ്പോഴെല്ലാം ഓർക്കേണ്ടത് കർഷകനെയും കർഷക തൊഴിലാളിയുമാണ്. മണ്ണിൽ ഇവരൊക്കെ അധ്വാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ വയർ നിറയുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൃഷിയുടെ ആനുകൂല്യം പറ്റിയിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ഞാൻ തന്നെ പല വീട്ടുകളിലും ചോദിക്കുമ്പോൾ കുറച്ച് കൈകൾ മാത്രം ഉയരും. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു തെങ്ങിൻ തൈയുടെയോ പച്ചക്കറി തൈയുടെയോ പേരിലായിരിക്കും ആ കൈകൾ ഉയരുന്നത്. പക്ഷേ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൃഷിയുടെ ആനുകൂല്യം പറ്റുന്നവരാണ്. സമൂഹവും സർക്കാരുകളും അത് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ, പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമ്മുടെ കാർഷിക മേഖല ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഉയർന്നു നിൽക്കുകയുള്ളൂ. അങ്ങനെ ഉയരുമ്പോൾ മാത്രമേ നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും വേണ്ടിയിട്ടാണ് കർഷകൻ പണിയെടുക്കുന്നതെന്നും അധ്വാനിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആനുകൂല്യത്തിനും അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിനും വേണ്ടിയിട്ടാണ്, ശരിയാണ്. പക്ഷേ അതിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് കർഷകനെ ചേർത്ത് നിർത്തുക എന്നുള്ളത് 365 ദിവസവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചിന്തകളിലേക്ക് ഈ ഓണക്കാലം നമ്മളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. തീർച്ചയായും പുതിയ കൃഷിരീതി, ഒപ്പം കർഷകർക്ക് നൽകാൻ പോകുന്ന സഹായങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ വളരെ വിപുലമായ രീതിയിൽ നമ്മോടൊപ്പം സംസാരിച്ചതിന് വളരെയധികം നന്ദി, സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ.